അല്ല, നല്ല ആത്മവിശ്വാസമുണ്ട്. ഞാൻ ആദ്യം മുതൽ പറഞ്ഞതല്ല, ഞങ്ങൾ ഒരു പോസിറ്റീവായിട്ട് ക്യാമ്പയിൻ ചെയ്യുന്നു. ഞങ്ങളുടെ കാഴ്ചപ്പാടും നാടിനെ മാറ്റാൻ ഞങ്ങളുടെ ഒരു മാർഗരേഖയും അതിനെക്കുറിച്ച് വീട് പോയിട്ട് ചർച്ച ചെയ്യുന്നു. നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. അത് നിയമത്തിൽ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ആത്മവിശ്വാസമുണ്ട്. ഞങ്ങളുടെ ട്രാക്കാണ് കറക്റ്റ് ട്രാക്ക് എന്ന് ഞങ്ങളോട് പറയുന്നുണ്ട്. ഈ നിയമത്തെ ഡബിൾ ലോക്ക് തുറക്കുന്നതാണ്. ഓക്കെ, ഇതെല്ലാം ഒരു അഹങ്കാരമല്ലേ? താക്കോലും ബൂട്ടെല്ലാം എൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞ് നടത്തുന്ന നിലവിലെ MLA മുതിർന്ന നേതാവാണ്. ഇതൊന്നും പറയാൻ പാടില്ല. ജനാധിപത്യം, നമ്മളുടെ ഡെമോക്രസിയിൽ തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അത് അവർ തീരുമാനിക്കുന്നത് പെർഫോമൻസ് നോക്കിയിട്ടും പെർഫോമൻസ് കഴിവ് നോക്കിയിട്ടും ആണ് തീരുമാനിക്കേണ്ടത്. അതാണല്ലോ ഡെമോക്രസി. ഇപ്പോൾ താക്കോലും ബൂട്ട് കയ്യിലിട്ട് വീശി നടക്കുന്ന ആൾക്കാർ ജനങ്ങൾ ഒരു മറുപടി കൊടുക്കും. അത് ഏപ്രിൽ 9-ാം തീയതി അവർ പറയും. എന്താ പറയേണ്ടത് അവർ പറയും. എത്ര സീറ്റ് വരും അധ്യക്ഷന്റെ അവസാന സമയത്ത്? നോക്കൂ, ഇതിന് ഞാൻ ആദ്യം മുതൽ പറഞ്ഞത്, ഞങ്ങളുടെ ഈ മെസ്സേജ്, ഞങ്ങളുടെ ഈ കാഴ്ചപ്പാട്, ഞങ്ങൾ ഈ വികസിത കേരളം എന്ന് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട്. അത് ആരാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അവരുടെ ആവശ്യമായിട്ട് അവർ കാണുന്നു. ഈ മാറ്റം, ഒരു രാഷ്ട്രീയത്തിൽ മാറ്റം, രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം, അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. ഞാൻ ആദ്യം മുതൽ പറഞ്ഞതാണ്, ഇന്നും പറയുന്നു. ഒരു നല്ല മാറ്റം വരും. രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം വരും, ഭരണശൈലിയിൽ മാറ്റം വരും, ഭരണത്തിൽ മാറ്റം വരും. അപ്പോൾ അതിൽ എത്ര സീറ്റ് BJP NDAക്ക് ജനങ്ങൾ തരും എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അത് ഏപ്രിൽ 9-ാം തീയതി അതുകൊണ്ട് എക്സിറ്റ് പോൾ നിങ്ങൾ തന്നെ ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഞങ്ങൾ അങ്ങനെ പ്രധാന മത്സരമായിട്ട് കാണുന്നില്ല. രണ്ടുപേരും ഒന്നാണ്. CPM-ഉം UDF-ഉം ഒന്നാണെന്നാണ് ഞങ്ങൾ എത്രയോ മാസമായി പറയുന്നത്. കാരണം അവർക്ക് ജനങ്ങൾ എത്രയോ അവസരം കൊടുത്താണ് ഈ UDF-നും LDF-നും. പക്ഷേ അവർ നാടിനെ നശിപ്പിച്ചു. അത് ജനങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവർ തമ്മിൽ ഞാനൊരു വ്യത്യാസം കാണുന്നില്ല. പിന്നെ അവർ തമ്മിലാണല്ലോ, അവരാണല്ലോ രണ്ട് പങ്കാളി. ഇന്ത്യ അലയൻസിൻ്റെ രണ്ട് പാർട്ട്നേഴ്സാണല്ലോ CPM-ഉം കോൺഗ്രസും. തമിഴ്നാട്ടിൽ അവർ ഒരുമിച്ച് മത്സരിക്കുന്നു, പുതുച്ചേരിയിൽ ഒരുമിച്ച് മത്സരിക്കുന്നു, 27 സംസ്ഥാനവും 8 യൂണിയൻ ടെറിട്ടറി ഒരുമിച്ച് മത്സരിക്കുന്നത് CPM-ഉം കോൺഗ്രസ് അല്ലേ. അപ്പോൾ അതിൽ ഒരു ശത്രു മറ്റേ ശത്രു അങ്ങനെ നിങ്ങൾ കാണുന്നില്ല. രണ്ടുപേരെ മാറ്റി വെക്കണം. ഒരു മാറ്റം, വികസനം ഇവിടെ കൊണ്ടുവരണമെങ്കിൽ LDF-ഉം UDF-നും മാറ്റി NDA-നെ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്. അല്ല, നോക്കൂ, ഇപ്പോൾ പറയാൻ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇലക്ഷൻ്റെ മുമ്പ് ഞാൻ ആദ്യം മുതൽ പറഞ്ഞ ഇവരിങ്ങനെ വിവാദങ്ങൾ മാത്രം പറയും. ഞങ്ങൾ മുമ്പോട്ട് വെച്ച വികസന മാർഗരേഖനെ കുറിച്ചൊന്ന് പറയണം. നിലവിൽ MLA ആണ്, മുതിർന്ന നേതാവാണ്, മിനിസ്റ്ററാണ്, മാങ്ങയാണ്, ചക്കയാണ്, എല്ലാം ആണല്ലോ. പക്ഷേ എന്താണ് നിയമത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് അത് പറയട്ടെ. ഓരോരോ നുണയും പറഞ്ഞ് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഈ രാഷ്ട്രീയം നമ്മൾ നിർത്തണം. ഒരു കോൺഫിഡൻസും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്തു, ഇനി ഇത് ചെയ്യാൻ പോകുന്നു, ജനങ്ങളുടെ ജീവിതത്തിൽ ഞാൻ വ്യത്യാസം കൊണ്ടുവരാൻ പോകുന്നു, ഞാനൊരു MLA ആണ്, ഞാനിത് കടുമയായിട്ട് കാണുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഇതെല്ലാം പറയണ്ടേ. മറ്റേ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി പറയും. എൻ്റെ ലോക്സഭ ഞാൻ മത്സരിച്ചപ്പോൾ എന്തെല്ലാം പറഞ്ഞതാണ് കോൺഗ്രസ്സുകാർ. ഞാൻ സമുദായ ലീഡേഴ്സിന് കാശ് കൊടുക്കുന്നു, പിന്നെ അത് അപ്പോളജൈസ് ചെയ്തു, അത് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ചു. ഇനിയിപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്യണോ? എന്തിനാണ് ഇതെല്ലാം വെറുതെ പറഞ്ഞത്? വെറുതെ വിവാദം ഉണ്ടാക്കുക, ജനങ്ങൾ ശ്രദ്ധ തിരിക്കുക, ഇതല്ലല്ലോ വേണ്ടത്. ഇനിയിപ്പോൾ 2 ദിവസമുണ്ട് ഇലക്ഷൻ. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ വർക്ക് നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുക, ജനങ്ങളത് തീരുമാനിക്കട്ടെ. അതിന് കോൺഫിഡൻസ് ഉണ്ടാവണം. ഒരു ഡെമോക്രസിയിൽ അതിനു വേണ്ടി ഒരു ആത്മവിശ്വാസം, കോൺഫിഡൻസ് ആരാണെങ്കിലും, മുതിർന്ന നേതാവാണോ പുതിയ നേതാവാണോ നേതാവാൻ പോകുന്നൊരു സ്ഥാനാർത്ഥിയാണോ, എല്ലാവരും അങ്ങനെയാണ് പെരുമാറ്റുന്നത്. അതല്ലാണ്ട് ഓരോന്നും ഉണ്ടാക്കി പറയാം. ഇന്നലെ വേറെന്തോ പറഞ്ഞു, പോസ്റ്റ് വഴിയാണ്, ഇന്ന് വേറെന്നല്ലോ പറഞ്ഞു. ഇന്നലെ താങ്കൾ പറഞ്ഞു UDF വന്നാൽ ലീഗ് ഡിമാൻഡ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഏറെക്കുറെ CPM നേതാക്കൾ. അല്ല, ഞാൻ പറഞ്ഞത് നോക്കി, ഇവർ ഡീൽ എന്ന് പറഞ്ഞ് ജനങ്ങളെ ശ്രദ്ധ തിരിക്കുമ്പോൾ ഞങ്ങളുടെ ചോദ്യം, നിങ്ങളുടെ ഡീലിനെ കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത്? നിങ്ങളുടെ ഡീലിനെ കുറിച്ച് ചർച്ച ചെയ്യൂ. CPM കോൺഗ്രസ് തമ്മിലൊരു ഡീലില്ലേ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യൂ. കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമി തമ്മിൽ ഡീലില്ലേ, അതിനെക്കുറിച്ച് പറയൂ.
കോൺഗ്രസും മുസ്ലിം ലീഗ് തമ്മിൽ ഡീലില്ലേ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യൂ. ഈ നുണ പ്രചരിപ്പിച്ച് CPM കോൺഗ്രസ് തമ്മിൽ ഡീലുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസ് പാർട്ടിയോട് ഞാനത് ഇന്നലെ പറഞ്ഞു. ഇനി അത് അവർ അതിൻ്റെ ഉത്തരം തരട്ടെ. ഇനി അതിനെക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. ഞാൻ മുമ്പോട്ട് വെക്കുന്നത് ഈ ഡീലിനെ കുറിച്ച് തുടങ്ങിയത് അവരാണ്. അതിൻ്റെ ഒരു മറുപടിയും അതിൻ്റെ റെസ്പോൺസായിട്ട് ഞാൻ അത് പറയുന്നു. ബാക്കി ഇനിയിപ്പോൾ അടുത്ത 2 ദിവസം എനിക്ക് പറയാനുള്ളത് വികസനമാണ്, നിയമത്തിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റമാണ്, കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റത്തിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്.